ജോബിന്റെ സാധ്യതകളെ കുറിച്ചും ഇത് ആർക്കൊക്കെ പഠിക്കാം, എങ്ങനെ പഠിക്കാം എന്നതിനെ കുറിച്ചും അക്കൗണ്ടിങ്ങിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത്. ഹായ്, എൻ്റെ പേര് ഷെറി, ഞാനൊരു കരിയർ കൺസൾട്ടന്റ് ആണ്. അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷന്റെയും ബാക്ക് ബോൺ ആണ് ഒരു അക്കൗണ്ടന്റ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോബുകളിൽ ഒന്നായിട്ടാണ് അക്കൗണ്ടൻസിനെ കണക്കാക്കുന്നത്. അക്കൗണ്ടിങ് ജോബിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ ഈ ഒരു കരിയറിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എൻലെസ് ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് അക്കൗണ്ടിങ് ഫീൽഡിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇതിന് എന്ത് ക്വാളിഫിക്കേഷൻ വേണം, എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് +2 ക്വാളിഫിക്കേഷൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. +2 ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, എനി അതർ ക്വാളിഫിക്കേഷൻ അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തീർച്ചയായും അക്കൗണ്ടിങ് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുകയും അതേപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ നല്ല സ്മാർട്ടായിട്ടും നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടും വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് ജോബ് പഠിക്കുന്ന ഒരാൾക്ക് പ്രാക്ടിക്കൽ ലേണിംഗ് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. നിങ്ങൾ ഏത് കോഴ്സ് ചൂസ് ചെയ്തോ ആ കോഴ്സിനകത്ത് പ്രാക്ടിക്കലി കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് ഇതിനകത്ത് അത്യാവശ്യമാണ്. കാരണം ഒരു അക്കൗണ്ടന്റ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു അക്കൗണ്ടന്റ് ആ ബിസിനസ് ഓർഗനൈസേഷനിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു, പേറോള് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഓഡിറ്റിംഗ് നടത്തുന്നു, മാനേജ്മെന്റ് ചെയ്യുന്നു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അക്കൗണ്ടൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നോളജ് ഈ ഒരു ഫീൽഡിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് എല്ലാം കറന്റ് മാർക്കറ്റ് സിനാരിയോയിൽ അക്കൗണ്ടൻസിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിന് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അക്കൗണ്ടിങ് മേഖലയിൽ ഒരു കമ്പനി ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അതും ബേസിക് തൊട്ടിട്ട് അഡ്വാൻസ് വരെയാണ് ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ഇതുകൂടാതെ നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആവശ്യമുള്ള സ്കിൽസ്, അതായത് പേഴ്സണൽ സ്കിൽസും ഇതിന്റെ കൂടെ തന്നെ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് സെഷനും ഞങ്ങൾ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ആ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ എങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, എങ്ങനെ ബയോഡാറ്റ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ കോൺഫിഡൻസ് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് കാര്യങ്ങൾ നന്നായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിയെയും അല്ലെങ്കിൽ ഒരു ജോബ് സീക്കറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ ആദ്യത്തെ ചാൻസിൽ തന്നെ ഇന്റർവ്യൂ പാസ് ആവാനുള്ളൊരു സാധ്യതയും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിയും ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. സോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലേ, ജോബ് കിട്ടത്തില്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനും ഇവിടെ ആവശ്യമില്ല. അക്കൗണ്ടിംഗ് ജോബിന്റെ സ്കോപ്പ് എത്രത്തോളാണെന്ന് നോക്കാം. As we all know, in today's world there is a huge demand for the accounting and financing industry. അക്കൗണ്ടിംഗ് കോഴ്സ് ഒരുപാട് കരിയർ ഓപ്ഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. എല്ലാ ബിസിനസ് ഓർഗനൈസേഷന്റെയും ഫിനാൻഷ്യൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അക്കൗണ്ടൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷന്റെ സക്സസ്, ഫെയിലിയർ ഇതൊക്കെ ജഡ്ജ് ചെയ്യാനും ഫ്യൂച്ചർ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാനും എല്ലാം അക്കൗണ്ടിംഗ് എന്നൊരു ഫീൽഡ് കമ്പനിക്ക് അത്യാവശ്യമാണ്. ഗവൺമെന്റ് സെക്ടേഴ്സിലും അതേപോലെ പ്രൈവറ്റ് സെക്ടേഴ്സിലും അക്കൗണ്ടൻസിന് വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനും ബെസ്റ്റ് ഓപ്ഷൻ ആണ് അക്കൗണ്ടിംഗ്. വാട്ട് ആർ ദ സ്കിൽസ് റിക്വയർഡ് ടു ബി ആൻ അക്കൗണ്ടന്റ്? നല്ല സ്ട്രോങ് കാൽക്കുലേറ്റിംഗ് സ്കില്ലും അതേപോലെ അനലിറ്റിക്സ് സ്കില്ലും ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു മേഖലയാണ് അക്കൗണ്ടിംഗ്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം, അതേപോലെ കമ്പ്യൂട്ടർ സ്കില്ല് വേണം, അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ നോളജ് വേണം, ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി വേണം, നല്ല കോൺസെൻട്രേഷൻ പവർ വേണം, ആവശ്യമെങ്കിൽ ഒരുപാട് സമയം ഡോക്യുമെന്റുകളുടെ കൂടെ ചെലവഴിക്കാനും കൃത്യമായിട്ട് അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാനും കഴിയണം. അങ്ങനെ തുടങ്ങി ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത പുലർത്തുന്ന, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടൻസിന് ഈ ഒരു ജോബ് വളരെ എൻജോയ് ചെയ്യാനും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനും സാധിക്കും. പലരുടെയും സംശയമാണ് അക്കൗണ്ടിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ജോബ് റോൾസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത്. നമ്മളൊരു അക്കൗണ്ടന്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അക്കൗണ്ട് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാം, അക്കൗണ്ടിംഗ് ക്ലർക്ക് ആയിട്ട് വർക്ക് ചെയ്യാം, അക്കൗണ്ട് മാനേജർ, അക്കൗണ്ടന്റ്, അക്കൗണ്ട് അസിസ്റ്റന്റ്, ഫിനാൻഷ്യൽ പ്ലാനർ, ഫിനാൻഷ്യൽ അഡ്വൈസർ, ബിസിനസ് അഡ്വൈസർ, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ, ഓഡിറ്റർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു ഫീൽഡാണ് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്. ഇനി അക്കൗണ്ടിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് സാലറി കിട്ടും? നിങ്ങളൊരു ബിഗിനർ ലെവലിലായിരിക്കുന്ന സമയത്ത് ആവറേജ് സ്റ്റാർട്ടിംഗ് പാക്കേജ് വരുന്നത് 10,000 മുതൽ 25,000 rupees പെർ മന്ത് ആയിരിക്കും. അത് നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടും എക്സ്പെർട്ടൈസേഷൻ അനുസരിച്ചിട്ടും നിങ്ങൾ കൂടുതൽ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് ഔട്ട്പുട്ട് കൊടുക്കുന്ന സമയത്തും സാലറി പാക്കേജ് ഇംപ്രൂവ് ആവാനുള്ള ചാൻസ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു 1 to 2 years എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഒരു 30, 35, 40 സാലറിയിലേക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം സാലറി ബേസിസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും നല്ലൊരു ജോബ് ഫീൽഡാണ്
പ്രൊഫഷണൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി. ഈ ഒരു ജോബിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. ഇനി എന്താണ് വേണ്ടത്? ഇതിന് വേണ്ടിയിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, ഇതിന്റെ സോഫ്റ്റ്വെയർസ് പഠിക്കണം അല്ലേ. ഇത് നമ്മൾ എങ്ങനെ പഠിക്കും? ഇതിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് ഈ ഒരു കോഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞങ്ങളുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 7 month ഡ്യൂറേഷനിലാണ്. അതിൽ 4 month കോഴ്സും 3 month ഇന്റേൺഷിപ്പും ആയിരിക്കും. ഈ ഒരു 4 month കോഴ്സ് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടായിരിക്കും ക്ലാസ്സസ് വരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം അക്കൗണ്ടിങ് ഫീൽഡിൽ നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ തന്നെ ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും അഡ്മിഷന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഹാവ് എ നൈസ് കരിയർ.